പുൽക്കുടിലിൽ വീണ്ടും ഒരു പൂക്കാലം വന്നെത്തിക്കഴിഞ്ഞു. ബത്ലഹേമിലെ ഗോശാലയിൽ ഉണ്ണിയേശുവിന്റെ തിരുജനനം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. പ്രവചനങ്ങളുടെ ദൃശ്യവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യമായി ലോകരക്ഷകൻ കന്യകമേരിയുടെ സുതനായി അവതരിച്ചിരിക്കുന്നു. ധനുമാസത്തിന്റെ കോരിത്തരിപ്പിക്കുന്ന കുളിരേകും ഹിമഗണങ്ങൾ പ്രകൃതിയെ തഴുകുന്നേരം മാലാഖമാർ ഉണ്ണിയേശുവിന്റെ ജനനം ആർത്തുഘോഷിക്കുന്നു. ഈ സദ്വാർത്ത ആട്ടിടയരുടെയും വിദ്വാൻമാരുടെയും കാതുകളിൽ തേൻമൊഴിയായി പുളകം കൊള്ളിക്കുന്നു. മാനത്ത് താരകം പൂത്തുലഞ്ഞ് ക്രിസ്തുവിന്റെ സന്തോഷം കൊണ്ടാടുന്നു. ക്രിസ്തുവിന്റെ ജനനം ഈ ഓർമ്മകളിലൂടെയും ആരാധനകളിലൂടെയും ആഘോഷങ്ങളിലൂടെയും കൊണ്ടാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് പിറക്കുവാനും വസിക്കുവാനും ഒരു പുൽക്കൂട് ഈ നാളുകളിൽ ഒരുക്കാമോ? നന്മയുടെയും സ്നേഹത്തിന്റെയും ചാലകങ്ങളായി ദൈവരാജ്യത്തിന്റെ വിസ്തൃതിയുടെ ഭാഗമായി പാത്രമായി തീരാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. പുൽക്കുടിലും ആരാധനകളിലും ക്രിസ്തുമസ് കേക്കുകളിലും മധുരപലഹാരങ്ങളിലും പുത്തനുടുപ്പിലും ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ക്രിസ്തുമസ് ആഘോഷം. അത് എന്നും ഉണ്ടാകണം. നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലൂടെയും ക്രിസ്തുവിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടണം. സന്തോഷവും സമാധാനവും സ്നേഹം പകരുന്നതാകണം, അല്ലെങ്കിൽ പങ്കുവെക്കുന്നതാകണം നമ്മുടെ ക്രിസ്മസ് ആഘോഷം. പീഡകളിലും ദാരിദ്ര്യത്തിലും ആയിരിക്കുന്നവരെ സഹായിക്കുകയും കരുതുകയും ചെയ്യുന്നതാകട്ടെ നമ്മുടെ ആഘോഷങ്ങൾ. ചെറിയ ചെറിയ പിണക്കവും പരിഭവങ്ങളും നമുക്ക് മറക്കാം. സ്വപ്നങ്ങളാണ് മനുഷ്യനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ സ്വപ്നങ്ങളെ നമുക്ക് കാണാം. സ്നേഹനിധിയായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്കേവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നല്ല നാളുകൾ നേരുന്നതോടൊപ്പം 1000 ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ക്രിസ്തുവിൽ നിങ്ങളുടെ ശുശ്രൂഷകർ സാലൻസ് എസ് ദാസ്, ലിജ സാലൻസ്, അഫ്ന ജുവൽ.